ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 7ഉം 8ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന് നാരായണീയം ദശകം 39 ഗോകുലയാത്രാ വർണ്ണനം. ശ്ലോകം 7. പ്രഗേ പുനരഗാത്മജാ വചനമീരിതാ ഭൂഭുജാ പ്രലംബ ഭഗപൂതനാ പ്രമുഖദാനവാ മാനിന ഭവന്നിധന കാമ്യയാ ജഗതി ബഭ്രമുർനിർഭയാ കുമാരക വിമാരകാ കിമിവ ദുഷ്കരം നിഷ്കൃപൈ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. പ്രഗേ പ്രഭാതത്തിൽ, പുനഃ പിന്നീട്, അഗാത്മജ വചനം പർവ്വതത്തിൻ്റെ മകളുടെ വാക്കുകൾ, ഈരിത അറിയിക്കപ്പെട്ടവരും, ഭൂഭുജ ഭോജരാജാവായ കംസനാൽ. പ്രഗേ പുനർ അഗാത്മജ വചനം ഈരിത, അത് ചേർത്തിട്ടാണ് പുനരഗാത്മജ വചനമീരിത ഭൂഭുജ. ഇതിൽ ശ്രദ്ധിക്കാനുള്ള അക്ഷരങ്ങൾ ആത്മജ എന്നുള്ളത് ത് മ എന്നാണ്, മ എന്ന് അങ്ങനെ ഉച്ചരിക്കണം. അത് ഭൂഭുജ, ഭൂന്ന് നീട്ടിയിട്ട് പിന്നെ ഒന്ന് നീട്ടാതെ ഭൂ എന്നുള്ളത് നന്നായിട്ട് ഉറപ്പിച്ച് പറയണത്. ഭൂഭുജ പ്രലംബ ബക പൂതന പ്രമുഖദാനവാ മാനിന, അവിടെ വിസർഗം. പ്രലംബ എന്നുള്ളതിൻ്റെ ബ എന്നാണ്, ബക എന്നുള്ളതിനും ബ എന്നാണ്. പ്രമുഖദാനവാ, പ്രമുഖ ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. മാനിന അവിടെ വിസർഗം. പ്രലംബൻ, ബകൻ, പൂതന തുടങ്ങിയ അസുരന്മാർ. മാനിന അഹങ്കാരികളായ, ഭവന്നിധന കാമ്യയ അങ്ങയെ കൊല്ലാനുള്ള ആഗ്രഹത്തോടു കൂടി. ഭാന്നും ധാന്നും ഊന്നി പറയണം. ജഗതി ബഭ്രമുർനിർഭയാ, അവിടെ നീട്ടിയിട്ട് വിസർഗം പറയണം. ബ എന്ന് ബാലൻ എന്നുള്ളതിലത്തെ ഭ്ര എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. ബഭ്രമുർനിർഭയാ, ഭയ എന്നുള്ളതിൻ്റെ ഭാന്ന് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ജഗതി ലോകത്തിൽ, ബഭ്രമു ചുറ്റിത്തിരിഞ്ഞു, നിർഭയ നിർഭയന്മാരായി തീർന്നിട്ട്. കുമാരക വിമാരക, അവിടെയും നീട്ടിയിട്ട് വിസർഗം. കുമാരക വിമാരക കുമാരന്മാരെ കൊന്നൊടുക്കുന്നവരായി. കിം ഇവ കിമിവ ദുഷ്കരം നിഷ്കൃപൈ, അവിടെയും വിസർഗത്തോടു കൂടെ നിർത്തണം. കിമിവ ദുഷ്കരം എന്താണ് ചെയ്യാൻ കഴിയാത്തത്, നിഷ്കൃപൈ ദയയില്ലാത്തവരാൽ. പ്രഗേ പുനരഗാത്മജ വചനമീരിത ഭൂഭുജ പ്രലംബ ഭഗപൂതന പ്രമുഖദാനവാ മാനിന ഭവന്നിധന കാമ്യയാ ജഗതി ബഭ്രമുർനിർഭയാ കുമാരക വിമാരകാ കിമിവ ദുഷ്കരം നിഷ്കൃപൈ. അടുത്തത് 8ാമത്തെ ശ്ലോകം. തത പശുപമന്ദിരേ ത്വയി മുകുന്ദ നന്ദപ്രിയാ പ്രസൂതി ശയനേ ശയേരുദതി കിഞ്ചിദഞ്ജത്പദേ വിബുദ്ധ്യവനിതാ ജനൈസ്തനയ സംഭവേ ഘോഷിതേ മുദാ കിമു വദാമ്യഹോ സകലമാകുലം ഗോകുലം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. തത അനന്തരം, പശുപമന്ദിരേ നന്ദഗോപഗൃഹത്തിൽ, ത്വയി അവിടുന്ന്, മുകുന്ദ മുക്തി നൽകുന്ന വിഷ്ണു, നന്ദപ്രിയ പ്രസൂതി ശയനേശയേ നന്ദഗോപപത്നിയായ യശോദയുടെ പ്രസവശയ്യയിൽ കിടന്ന്. ഇതിൽ ശ്രദ്ധിക്കാനുള്ള അക്ഷരങ്ങൾ ത്വയി, അത്വ എന്നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. നന്ദപ്രിയ എന്നൊക്കെ ഉള്ളത് ന്ത് എന്നാണ്, നാദ് എന്നാണ്. നന്ദനം
എന്നൊക്കെ പറയുന്ന പോലെ നന്ദപ്രിയ. രുദതി കരയുന്ന അവസരത്തിൽ കിഞ്ചിതഞ്ജത്പദേ ചെറുതായി ഇളകുന്ന കാലുകളോടുകൂടി വിബുദ്ധ്യ ഉണർന്നിട്ട് വനിതാജനൈ സ്ത്രീകളാൽ തനയ സംഭവേ പുത്രജനനം ഘോഷിതേ ഉരക്കെ പറയപ്പെട്ടപ്പോൾ. ഇതിൽ ശ്രദ്ധിക്കാനുള്ള അക്ഷരങ്ങൾ കിഞ്ചിതഞ്ചത്, കിഞ്ചിത്, അഞ്ചത് അതൊക്കെ ഞ ച എന്നാണ്. കിഞ്ചിതഞ്ചത്. വിബുദ്ധ്യ എന്നുള്ളതിൻ്റെ ധ്യാന്ന് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. വനിതാജനൈസ്തനയ സംഭവേ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വനിതാജനൈ തനയ, തനയ എന്നാണത്. സ്തന എന്ന് ചേർത്ത് ചൊല്ലുമ്പോൾ സാന്നും കൂടിയും വരുന്നതാണ്. തനയ എന്നാണത് ആ വാക്ക്. വനിതാജനൈസ്തനയ സംഭവേ ഘോഷിതേ ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഘോഷിതേ എന്നുള്ളതിൻ്റെ മുതുക സന്തോഷം കൊണ്ട്. കിമു വദാമി ഞാൻ മറ്റെന്ത് പറയാനാണ്. അഹോ ആശ്ചര്യം. സകലം മുഴുവൻ. ഗോകുലം ഗോകുലവും. ആകുലം ഇളകി വശായി. മുതുക കിമു വദാമി അഹോ ചേർത്തിട്ടാണ് വദാമ്യഹോ. സകലം ആകുലം ചേർത്തിട്ട് സകലമാകുലം ഗോകുലം. തത പശുപമന്ദിരേ ത്വയി മുകുന്ദ നന്ദപ്രിയാ പ്രസൂതി ശയനേ ശയേ രുദതി കിഞ്ചിതഞ്ജത്പദേ വിബുദ്ധ്യ വനിതാജനൈസ്തനയ സംഭവേ ഘോഷിതേ മുദാ കിമു വദാമ്യഹോ സകലമാകുലം ഗോകുലം. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.